ദൂരെ. പരിശുദ്ധ
അമ്മയോടുള്ള സ്നേഹത്താൽ നിറഞ്ഞ് ഇവിടെ ആയിരിക്കുവാനും ഞങ്ങളുടെ കടന്നു ചെല്ലുന്ന മേഖലകളെയും ആയിരിക്കുന്ന അവസ്ഥകളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കുരി കഴിക്കുന്ന മാതാ കുരി കുരിക്കഴിക്കുന്ന മാതാവിനോടുള്ള മാതൃവണക്കം നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളെയും പരീക്ഷണങ്ങളെയും ദൈവത്തിൽ നിന്ന് നമ്മെ വേർതിരിക്കുന്ന പാപങ്ങളെയും പ്രതിനിധീകരിക്കുന്ന കെട്ടുകളെ അഴിക്കുന്നതിനുള്ള ഭക്താചാരമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഹവായുടെ അനുസരണയുടെ മൂലം മനുഷ്യരാശിക്കുണ്ടായ ദുരവസ്ഥയുടെ കെട്ട് പരിശുദ്ധ മറിയം തന്റെ അനുസരണത്താൽ അയച്ചതാണ് കുരിക്കഴിക്കുന്ന മാതാവിന് എന്ന സന്ദേശം. കരയുന്ന മിഴികളിൽ നിന്ന് കണ്ണീർ തുടയ്ക്കുന്ന സാന്നിധ്യമാണ് പരിശുദ്ധ അമ്മ. മനമൊഴിഞ്ഞവർക്ക് ആശ്വാസത്തിന്റെ തൈലവും ജീവിതത്തിലെ പലതരം വീടുകളിൽ അകപ്പെട്ടവർക്ക് അനുഗ്രഹവുമാണ് അമ്മ. കുരിക്കഴിക്കുന്ന മാതാവെ, ഞങ്ങളുടെ തടസ്സങ്ങളെ എടുത്തു മാറ്റുകയും കുരുക്കുകളെ അഴിച്ചു നീക്കുകയും ചെയ്യണമേ. ലൂർദ് മാതാ. ഫ്രാൻസിലെ ലൂർദിൽ വെച്ച് ബർണദിത്തയാണ് 1858 ഫെബ്രുവരി 11 ആദ്യമായി പരിശുദ്ധ അമ്മയുടെ ദർശനം ലഭിച്ചത്. ഈ ദർശനത്തിലൂടെ പരിശുദ്ധ അമ്മ താൻ അമലോത്ഭവയാണെന്ന് വെളിപ്പെടുത്തുകയുമുണ്ടായി. മാതാവിനെ കണ്ടതും ബർണദിത്ത ജപമാല ചൊല്ലുവാൻ തുടങ്ങി. പരിശുദ്ധ അമ്മയും അവൾക്കൊപ്പം ജപമാല ചൊല്ലി. ജപമാല ചൊല്ലി തീർന്നപ്പോൾ മാതാവ് അപ്രത്യക്ഷയായി. തുടർച്ചയായി ഈ ദർശനം നടന്നുകൊണ്ടിരുന്നു. മാതാവിനോടുള്ള ജപമാല പ്രാർത്ഥന മാതാവിനോടൊപ്പമുള്ള പ്രാർത്ഥനയാണെന്ന് അമ്മ നമ്മെ പഠിപ്പിക്കുകയായിരുന്നു. നമുക്കും ജപമാലയിലൂടെ പരിശുദ്ധ അമ്മയുടെ സ്വന്തമായി മാറാം. വ്യാകുലമാത. പരിശുദ്ധ അമ്മ ജീവിതത്തിലെ സഹനങ്ങളെയും വീഴ്ചകളെയും ദൈവികമായി സ്വീകരിച്ചവരാണ്. പ്രധാനമായും 7 വ്യാകുലങ്ങളാണ് മാതാവിനെ കുറിച്ച് നാം ധ്യാനിക്കുക. ശിവയാമി പ്രവചനം മുതൽ ഹൃദയം പിളരുമ്പോഴും എല്ലാത്തിനും ആത്മീയ പാഠങ്ങൾ. ഹൃദയം വേദിക്കപ്പെട്ട പരിശുദ്ധ അമ്മ, തിരുകുടുംബത്തിന്റെ ഈജിപ്തിലേക്കുള്ള പലായനം, 3 ദിവസം ഈശോയെ കാണാതെ അന്വേഷിച്ചു നടക്കുന്ന അമ്മയുടെ വേദന, ഈശോയെ കുരിശ് ചുമന്നുകൊണ്ട് പോകുമ്പോൾ അമ്മയെ കണ്ടുമുട്ടുന്ന ഹൃദയവേദനമായ നിമിഷം, കുരിശിൻ ചുവട്ടിൽ നിൽക്കുന്ന അമ്മ, ഈശോയുടെ ശരീരം മാതാവിന്റെ വഴിയിൽ കിടക്കുന്നു. ഈശോയെ സംസ്കരിക്കുമ്പോൾ അമ്മ അനുഭവിച്ച വേദന. വ്യാകുലമാതയെ, ഞങ്ങളെയും ഞങ്ങളുടെ ഹൃദയത്തെയും ഈ വ്യാകുലങ്ങളോട് ചേർത്ത് വയ്ക്കുവാൻ അനുഗ്രഹം നൽകണമേ. റോസാമസ്റ്റിക്ക മാതാ. 1947 ഒരു വസന്തകാലത്ത് നോർത്ത് ഇറ്റലിയിലെ മോണ്ടിക്കാനി എന്ന സ്ഥലത്ത് നഗരത്തിൽ എന്ന നേഴ്സിന് നെഞ്ചിൽ 3 വാളുകൾ തുളച്ചു കയറിയ ഒരു സുന്ദരിയായ സ്ത്രീ പ്രത്യക്ഷപ്പെട്ട് പ്രാർത്ഥന, പരിഹാരം, പ്രാശ്ചിത്തം എന്ന് പറഞ്ഞ് അപ്രത്യക്ഷയായി. വീണ്ടും അതേ സ്ത്രീ നെഞ്ചിൽ വാളിന് പകരം 3 റോസാപ്പൂക്കളുമായാണ് പ്രത്യക്ഷപ്പെട്ടത്. 3 പുഷ്പങ്ങളുടെ അർത്ഥം മാതാവ് വെളിപ്പെടുത്തുന്നു. വെള്ള നിറത്തിലുള്ള പുഷ്പം പ്രാർത്ഥനയുടെ ആത്മാവിനെയും
ദൈവസന്നിധിയിൽ പരിശുദ്ധ യാത്ര കണ്ണീരേക്കാൾ മഹത്വവും മധ്യസ്ഥ ശക്തിയും മറ്റാർക്കും അവകാശപ്പെടാനാവില്ല. കുരിശിൽ ഉയർത്തിനിർത്തപ്പെട്ട മകനെ നോക്കി പരിശുദ്ധ അമ്മയ്ക്കും വിശുദ്ധ കുർബാനയെയും മകൻ ഉച്ചരിച്ച കൂദാശാവചനങ്ങൾ അക്ഷരാർത്ഥത്തിൽ ആവർത്തിക്കാം. ഇതാ എന്റെ ശരീരം, ഇതാ എന്റെ രക്തം. അതെ, പരിശുദ്ധ അമ്മയോട് ചേർന്ന് ക്രിസ്തു നമുക്കായി ചെയ്തിയ ശരീരത്തിലും രക്തത്തിലും ക്രിസ്തുവിനെ കണ്ടുകൊണ്ട് നന്ദിയുള്ള ഹൃദയത്തോടെ വിശുദ്ധ ബലി അർപ്പിക്കുവാനായി നമുക്ക് ഒരുങ്ങാം. വലിയ